ഓൾറെഡി ഇവിടെ ഉണ്ട്. റോബോട്ടിന്റെ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മേഡം ഒരു എൻക്വയറി ചെയ്തിട്ടുണ്ട്. SDM-നാണ് മജിസ്ട്രേറ്റ് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും റൈറ്റ് ഫ്രം ദ ലൈസൻസ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് റിപ്പോർട്ട് തരുന്നത്. നമ്മൾ മെയിനായിട്ട് സ്വരാജ് റൗണ്ടിലുള്ള ഫയർ ലൈൻ ബാക്കിയുള്ള കാര്യങ്ങളുടെയാണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയത്. ഇവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ പറഞ്ഞ വിവരം അനുസരിച്ച് 30-40 ഇടയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപകട സമയത്ത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അത് ഇവിടെ നിന്ന് ഒരു 6 പേരെന്തോ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്ന കണക്ക് പ്രകാരമാണ് 30-40 ഇടയ്ക്ക് ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ 24-ാം തീയതിയാണ് സാമ്പിൾ എടുത്തിട്ട് നടക്കേണ്ടിയിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്കുള്ളൊരു തീരുമാനം എങ്ങനെയായിരിക്കും? നമ്മൾ നിലവിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനി ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് കോർഡൺ ഓഫ് ചെയ്യുക, പബ്ലിക്കിനെ കൂടുതൽ, കാരണം അവിടെ ഇനി എന്തെങ്കിലും സ്ഫോടനം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട്, കാരണം ഇടയ്ക്ക് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകളെ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അറിയാവുന്നതുപോലെ എത്രത്തോളം ക്വാണ്ടിറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളതാണ് അനുമാനം? ഇല്ല, എനിക്കതിനെ കുറിച്ച് ഇപ്പോൾ കമന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മജിസ്ട്രേറ്റിൽ എൻക്വയറി കഴിഞ്ഞിട്ട് ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. നിലവിലെ ചികിത്സയിലുള്ള ആളാണ്. അതോറിറ്റി സ്റ്റേറ്റിൽ നൽകുന്നത് 8 മരണം എന്നുള്ളതാണ്. അത്ര ഒരു കണക്ക് ജില്ലാ ഭരണകൂടത്തിന് കിട്ടിയിട്ടുണ്ടോ? അവിടെ കാരണം കുറച്ച് ബോഡി പാർട്സ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അവർ കറക്റ്റ് നമ്പർ കൺഫേം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ 5 എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ചികിത്സ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? മെഡിക്കൽ കോളേജിലാണ്. നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് അവരിപ്പോൾ അതിന് ഫിറ്റാണ്, അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അല്ല, നമ്മൾ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് കൂടാതെയാണ് പാലക്കാട് നിന്ന് എറണാകുളത്ത് നിന്ന് ഞാനിപ്പോൾ പറഞ്ഞ എക്സ്ട്രാ ടീം. ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു കൺട്രോൾ റൂമും കൂടി ഇപ്പോൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ തന്നെ തുറക്കുന്നുണ്ട്. എൻക്വയറീസ് ഒക്കെ വരുന്നത് ഡീൽ ചെയ്യാനും പറ്റും. നമ്മൾ ലൈറ്റ്സ് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. സ്ഥലത്തേക്ക് പോകാന്നുള്ളതാണ് ഏറ്റവും അത് നമ്മൾ കയറുന്ന ആളുകളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് മാത്രമാണ് അതിന്റെ അകത്തേക്ക് ആളുകളെ കയറ്റുള്ളൂ. ഇപ്പൊ ഈ ഡ്രോൺ വന്നു, ഇനിയിപ്പോ റോബോട്ട് പരിശോധനയ്ക്കായിട്ടുള്ള അത് എവിടുന്നാണ്, എങ്ങനെയാണ്? അത് ഫയർഫോഴ്സ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫയർഫോഴ്സ് എന്തായാലും പറമ്പിൽ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് അല്ലേ? അതെ, അവർ ആ എൻജിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരോടും ഒരു സേഫ്റ്റി നോക്കിയിട്ട് മാത്രമാണ് ഫർദർ അകത്തേക്ക് എൻട്രി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കിടക്കുള്ളൂ.